നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, അന്തരിച്ച കലാകാരനായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ രോഗാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. നിരവധി ആളുകൾ ഇവരെ സഹായിക്കുന്ന വീഡിയോകളൊക്കെ പങ്കുവച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ രേണു സുധി എന്നുള്ള ഒരു പേരും അങ്ങനെ ഒരു കണ്ടന്റും ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യം ഇടം പിടിക്കുന്നത് ആങ്കറായിരുന്ന കൊല്ലം സുധിയുടെ സുഹൃത്തായിരുന്ന ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയിലൂടെയാണ്. അപകടത്തിൽ മരണപ്പെട്ട തൻ്റെ ഭർത്താവിൻ്റെ മണം അത് തന്നോടൊപ്പം ഉണ്ടാകണം, അതുകൊണ്ട് തന്നെ ചിന്നു തനിക്കൊരു പെർഫ്യൂം, അതായത് സുധിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം തയ്യാറാക്കി തരുമോ എന്ന് രേണു ചോദിക്കുകയും അതിൻ്റെ ഭാഗമായി അങ്ങ് പുറത്തു പോയി ഇതിനു വേണ്ടുന്ന കാര്യങ്ങൾ ലക്ഷ്മിപ്രിയ ചെയ്യുന്നു. അത് കണ്ടന്റാക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ടത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നു. പിന്നീട് ലക്ഷ്മിപ്രിയയുമായിട്ട് വലിയ സംസാരമൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ രേണു സുധി സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയായിരുന്നു. അത്തരത്തിൽ രേണു സുധിയെ സത്യത്തിൽ സോഷ്യൽ മീഡിയ കണ്ടന്റാക്കി വന്നിരുന്നത് ലക്ഷ്മിപ്രിയയാണ്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ ആരൊക്കെ നോക്കിക്കഴിഞ്ഞാലും എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും രേണു സുധി തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ രേണു സുധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ, ചില സംശയങ്ങളൊക്കെ പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അവതാരികയായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര. സുധിയുടെ ഭാര്യ രേണു സുധിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ച വാർത്തയ്ക്ക് പിന്നാലെ അവർക്ക് പൂർണ്ണ പിന്തുണയാണ് താൻ നൽകുന്നത് എന്ന് അറിയിച്ചതിന് ശേഷമാണ് ലക്ഷ്മിയുടെ ഈ വിവാദമായിട്ടുള്ള പരാമർശം. രേണുവിനെ സഹായിച്ചു എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ യൂട്യൂബർക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചാണ് ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ രംഗപ്രവേശം. കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയ സമയത്ത് മീഡിയക്കാരോട് സംസാരിക്കുന്നതിനിടെയാണ് ലക്ഷ്മി നക്ഷത്ര ഇത്തരം സംശയങ്ങൾ ഉന്നയിച്ചത്. സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റിന്റെ പേര് പരാമർശിക്കാതെ ചില പരാമർശങ്ങൾ നടത്തിയതെങ്കിലും ലക്ഷ്മി ഉദ്ദേശിച്ചത്, ലക്ഷ്മി വിമർശനം നടത്താൻ കരുതിയത് സായിയെ തന്നെയാണ് എന്ന് വിലയിരുത്തുന്നുണ്ട്. എന്തായാലും രേണുവിനെ വെച്ച് വീഡിയോ ചെയ്തതിലൂടെ ലഭിച്ച തുകയിൽ ഒരു വിഹിതം അവർക്ക് നൽകി എന്ന് സായി കൃഷ്ണ പറഞ്ഞതിനെ പരിഹസിച്ചായിരുന്നു ലക്ഷ്മിയുടെ പരിഹാസം എന്നാണ് റിപ്പോർട്ടുകൾ. ലക്ഷ്മിയുടെ വാക്കുകളിൽ ഇങ്ങനെ: രേണുവിനെ വെച്ച് ചെയ്ത വീഡിയോകളിൽ നിന്നും കിട്ടിയ തുകയിൽ നിന്നും തുക രേണുവിന് കൊടുത്തു എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വന്നു. ഇപ്പോൾ ഞാനിത് പറയാൻ പാടില്ല, ചോദിച്ചത് കൊണ്ട് മാത്രം പറയുന്നതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞത് കൊണ്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടുചെന്ന് രേണുവിനെ ഏൽപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ വീട്ടിൽ പോയി കണ്ട വ്യക്തി പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ വ്യക്തി പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അറിയിച്ചു തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഇത് തന്നെയല്ലേ ഞാനും 2 വർഷങ്ങൾക്ക് മുൻപ് ചെയ്തത് എന്നാണ് ലക്ഷ്മിയുടെ ചോദ്യം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ വിഷയത്തിൽ ഇയാളുടെ അഭിമുഖങ്ങളെല്ലാം ഒരേ ഒരു ഓൺലൈൻ ചാനലിൽ മാത്രമാണ് കിട്ടുന്നത്. രേണുവിനെ ചെന്ന് കാണുന്നവർ കൃത്യസമയത്ത് ഇത്തരത്തിൽ അഭിമുഖങ്ങൾ നൽകുന്നു എന്ന് പറയുന്നത് ഇതേ ചാനലിലാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ലക്ഷ്മി ഉന്നയിക്കുന്നത്. അതേസമയം രേണു സുധിയെ സ്നേഹിക്കുന്നവരോട് തനിക്ക് ഒരു അപേക്ഷയുണ്ട് എന്നും താരം അറിയിച്ചു. രേണുവിന് നമ്മുടെ സാന്നിധ്യം സന്തോഷം നൽകിയേക്കാം, പക്ഷേ നേരിട്ട് ചെല്ലുന്നത് അവരുടെ ആരോഗ്യസ്ഥിതി മോശമാക്കും. അവരോട് സംസാരിക്കണമെങ്കിൽ, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചോളൂ. കീമോതെറാപ്പി ചെയ്യുന്ന രോഗികൾക്ക് പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര. വീട്ടിലുള്ളവർ പോലും അങ്ങേയറ്റം ഹൈജീനിക്കായാണ് രേണുവിനൊപ്പം നിൽക്കുന്നത്. വീഡിയോകളിലൊക്കെ കാണുന്നത് പോലെ ഋതപ്പൻ എടുത്ത് ചെല്ലുമ്പോൾ പോലും മാസ്ക് ധരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അണുബാധയുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി സ്നേഹമുള്ള ആളുകൾ അത് മനസ്സിലാക്കി അവരെ നേരിട്ട് സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് ലക്ഷ്മി ആവശ്യപ്പെടുന്നത്. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രേണു സുധി തന്റെ ചികിത്സാ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. രേണുവിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ടാണ് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രംഗത്തെത്തുന്നത്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയും യൂട്യൂബറുമായ സായി കൃഷ്ണയുടെ വാക്ക് അത് ഓർത്ത് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിരുന്ന രേണു, അതായത് സായി പറഞ്ഞ വാക്കു പാലിച്ചു, നന്ദി എന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു രേണുവിൻ്റെ രംഗപ്രവേശം. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ രേണു സുധിയെക്കുറിച്ച് ചെയ്ത വീഡിയോകളിൽ നിന്ന് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർക്ക് നൽകും എന്നായിരുന്നു സായി കൃഷ്ണ പറഞ്ഞിരുന്നത്. രേണു സുധി തൻ്റെ ക്യാൻസർ ബാധിതയാണ് എന്ന് വെളിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്
ഇതിന് പിന്നാലെയാണ് സായി കൃഷ്ണ ഈ സീക്രട്ട് ഏജന്റ് ഇത്തരമൊരു വാക്ക് നൽകിയെന്നും ആ വാക്ക് കൃത്യമായി അയാൾ പാലിച്ചു എന്നും സോഷ്യൽ മീഡിയയിലൂടെ രേണു അറിയിച്ചത്. ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിരുന്നു ഇത്തരത്തിൽ നന്ദി പ്രകാശം. നന്ദി സായി കൃഷ്ണയ്ക്കും കുടുംബത്തിനും പറഞ്ഞ വാക്ക് പാലിച്ചതിന് നന്ദി. കീമോയുടെ ചൂടായിരുന്നു, ഒരു AC വാങ്ങി വെച്ചു, ഒരുപാട് നന്ദി. കൂടെ സിജോയും കുടുംബവും എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ഒരുപാട് നല്ല ആളുകൾ വന്ന് കാണുന്നു. നന്ദി നൽകിയ സഹായത്തിനെല്ലാം നന്ദി. രേണു സുധി കുറിച്ച കുറിപ്പ് ഇങ്ങനെയാണ്: തനിക്ക് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പി തുടങ്ങിയതായിട്ടുള്ള വിവരം രേണു സുധി കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണു സുധി ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. രേണു സുധിയുടെ രോഗസംബന്ധമായിട്ടുള്ള ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് വാസ്തവം വ്യക്തമാക്കി അവർ തന്നെ രംഗത്തെത്തിയത്. അതേസമയം രേണു സുധിയെക്കുറിച്ച് വീഡിയോകൾ ചെയ്തതിനെക്കുറിച്ചും അനാവശ്യ സാഹചര്യത്തിൽ അവരെ സഹായിക്കേണ്ടതുണ്ടെന്ന തൻ്റെ ബോധ്യത്തെക്കുറിച്ചും വ്യക്തമാക്കി സായും രംഗത്തെത്തിയിരുന്നു. രേണു സുധിയുടെ ഒരുപാട് കണ്ടന്റുകൾ താൻ ചെയ്തിട്ടുണ്ടെന്നും കറക്റ്റായി പറഞ്ഞാൽ 48 കണ്ടന്റുകളാണ് രേണുവിനെ വെച്ച് താൻ വീഡിയോ ചെയ്തത് എന്നും അതിൽ വിമർശനങ്ങളുണ്ട്, പിന്തുണയ്ക്കുന്നതുണ്ട്, അങ്ങനെ കുറേ കണ്ടന്റുകളാണ് ഉള്ളത് എന്നും അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന തൻ്റെ വരുമാനത്തിൽ ഒരു ഭാഗം രേണുവിന് നൽകുമെന്നുമാണ് സായി അറിയിച്ചത്. ഈ തുക രേണുവിനെ ഏൽപ്പിച്ചു എന്നുമാണ് സൂചനകൾ. എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദമായിട്ടുള്ള പരാമർശങ്ങളും ഒക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പറയുന്നത് പോലെ ഈ സായി കൃഷ്ണയ്ക്കെതിരെ ലക്ഷ്മി നക്ഷത്ര പറയുമ്പോൾ അതിനുള്ള മറുപടി കണ്ടന്റുമായിട്ടും സായി കൃഷ്ണ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേസമയം രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് സെൻസേഷൻ കണ്ടന്റായിട്ട് തന്നെയാണ് രേണു ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപാട് വിമർശനങ്ങളും രേണുവിന് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്യാൻസർ ബാധിതയായി ചികിത്സയിൽ കഴിയുന്ന രേണു സുധിയെ സന്ദർശിച്ചതായി നടി സീമാജി നായർ അടക്കം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. രേണുവിനെതിരായ നെഗറ്റീവ് കണ്ടന്റുകളും സൈബർ ആക്രമണങ്ങളും ഏറെ വേദനിപ്പിക്കുന്നു എന്നാണ് സീമ പറയുന്നത്. ക്യാൻസർ ബാധിതയായി ചികിത്സയിൽ കഴിയുന്ന രേണു സുധിയെക്കുറിച്ച് നടി സീമാജി നായർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. രേണുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരുന്നു താനെന്നും പക്ഷേ ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ദിവസം മുതൽ അവരെ വിളിക്കാനും കാര്യങ്ങൾ അറിയാനും ശ്രമിച്ചു എന്നും സീമ പറയുന്നു. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ അടുത്ത് പോയിരുന്നു. രേണുവിനെതിരെ നെഗറ്റീവ് കമന്റ്സ് മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒന്നായി മാറുന്നു. അസുഖത്തിന്റെ വേദനയിലുപരി രേണുവിനെ വേദനിപ്പിക്കുന്നത് ഈ തെറിവിളികളും ശാപവാക്കുകളും കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ദുസ്സഹമെന്നാണ് സീമ പറയുന്നത്. സീമാജി നായർ പങ്കുവച്ച സോഷ്യൽ മീഡിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില കാര്യങ്ങൾ എഴുതണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ രേണുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയോ രേണുവിന്റെ വീഡിയോ കാണുന്ന ആളോ ആയിരുന്നില്ല. പക്ഷേ രേണുവിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ ദിവസം മുതൽ ഞാൻ അവരെ വിളിക്കാനും കാര്യങ്ങൾ അറിയാനും ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ അടുത്ത് പോയിരുന്നു. രേണുവിനെ കണ്ടു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞും അറിയാതെയും കടന്നു വന്ന ഇത്തരത്തിൽ ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി. ഇപ്പോഴും ഉണ്ട്. ഇന്നലെ വരെ അവർ ആരെന്നോ എന്തെന്നോ അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ. പക്ഷേ ഈ അസുഖം എന്തെന്നും അതെങ്ങനെയാവും എന്നറിയാനും താൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ആർക്കും ഈ അസുഖം വരുത്തല്ലേ എന്നതാണ്. നിരവധി പേരുടെ കൂടെ ഞാൻ യാത്ര ചെയ്തു. എൻ്റെ അമ്മയ്ക്കും ഇതേ അസുഖമായിരുന്നു. പല വേർപാടുകളും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലതാനും. ഇന്നലെ വരെ ഒരാളുടെ തണലിൽ ജീവിച്ചിരുന്ന വ്യക്തി പെട്ടെന്ന് അയാൾ ഇല്ലാതാകുമ്പോൾ മുന്നോട്ട് ഇനിയും ജീവിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിൽ അവനവന് പറ്റുമെന്ന് അവർക്ക് തോന്നുന്ന ജോലി ചെയ്യാൻ ശ്രമിക്കും. കാണേണ്ടവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് തിരസ്കരിക്കാം. ആരുടെ കൈയും കാലും പിടിച്ച് എൻ്റെ വർക്ക് നിങ്ങൾ കണ്ടേ മതിയാകൂ എന്ന് ആവശ്യപ്പെടുന്നില്ല. ചിലപ്പോൾ അവർ ജീവിതത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. രേണുവിന് അസുഖം ആഴിക്കഴിഞ്ഞ് അവരുടെ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റ്, നെഗറ്റീവ് കമൻറ്റ് മനസ്സിനെ വല്ലാതെ ഇപ്പോൾ അലോസരപ്പെടുത്തുകയാണ്. എന്തിനാണ് നമ്മൾ ഇത്രയധികം അസഹിഷ്ണുത കാണിക്കുന്നതെന്നാണ് ചോദിക്കാനുള്ളത്. ഈ അസുഖം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ഇപ്പോൾ തെറി വിളിക്കുന്ന പലരുടെയും ഉള്ളിൽ ഇതുണ്ടാകാം. ചിലപ്പോൾ ലാസ്റ്റ് നിമിഷമാകാം ഇതറിയുന്നത്. എന്തിനാണ് അവരെ ഇങ്ങനെ തെറി വിളിക്കാൻ നമ്മൾ മത്സരിക്കുന്നത്? അവർ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ദുഷ്കരമാണ്, അത് കഠിനമാണ്. അതിനെ അതിജീവിക്കാൻ രേണുവിന് കഴിയണം. അസുഖത്തിൻ്റെ വേദനയിലുപരി അതിൻ്റെ കാഠിന്യത്തിലുപരി രേണു പുറത്തു പറഞ്ഞില്ല എങ്കിലും അവരെ വേദനിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള തെറിവുകളും ശാപവാക്കുകളും ഒക്കെ തന്നെ ആകാം. അതുകൊണ്ടാണ് പറയുന്നത് അവരെ വെറുതെ വിടും. ക്യാൻസറിനോട് പൊരുതിയവർ തിരിച്ചു വരട്ടെ എന്ന് സീമാജി നായർ കുറിക്കുന്നു.